നിന്ന് സംഭവിച്ച മറ്റു വാർത്തയിലേക്ക്. സീറ്റ് വിഭജനത്തിൽ ലീഗിന്റെ കടും പിടുത്തം. മൂന്നാം സീറ്റിൽ കോൺഗ്രസിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള കടുത്ത തീരുമാനത്തിലേക്ക് കടന്ന മുസ്ലിം ലീഗ്. ആവശ്യമെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ നേതൃത്വം നിർദ്ദേശം നൽകി. ചൊവ്വാഴ്ച ചേരുന്ന നേതൃയോഗത്തിൽ തീരുമാനമെടുക്കും. നാളെയാണ് കോൺഗ്രസുമായുള്ള ലീഗിന്റെ നിർണായക ചർച്ച. ലീഗുമായുള്ള തർക്കം നീളുന്നത് മുന്നണിയുടെ വിജയസാധ്യതയെ ബാധിക്കുമെന്ന് കെ മുരളീധരൻ MP 24-നോട് പറഞ്ഞു. നാളത്തെ ചർച്ചയിൽ പ്രശ്നം എന്തായാലും പരിഹരിക്കും. കാരണം അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ ഫീൽഡിലൊക്കെ മുന്നണി ഒരുമിച്ച് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സന്ദർഭമാണ്. ഞങ്ങൾക്ക് അങ്ങനെ അർഹതയുടെ സർട്ടിഫിക്കറ്റ് അല്ല ആവശ്യം, സീറ്റാണെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിൽ ഐക്യം ശക്തിപ്പെടണം. അപ്പോൾ സ്വാഭാവികമായിട്ട് UDF-ൽ അത് ശക്തിപ്പെടും. ഞങ്ങൾ 20-20 ജയിക്കാനാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലീഗ് മൂന്നാം സീറ്റ് ചോദിച്ചതിൽ തെറ്റില്ലെന്നും പരസ്പരം വിട്ടുവീഴ്ച ചെയ്താലേ മുന്നണി മുന്നോട്ട് പോകൂവെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. ഒരു സംശയവുമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സീറ്റ് കൂടെ ചോദിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? മുസ്ലിം ലീഗിനെ പോലുള്ളൊരു പാർട്ടി ഒരു സീറ്റും കൂടെ ചോദിക്കുന്നത് തെറ്റില്ല. പക്ഷേ പരസ്പരം എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് ഒരു ശക്തമായിട്ടുള്ള മത്സരം നടത്തുന്നതിന് വേണ്ടിയിട്ട് കൂട്ടായ തീരുമാനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. മുന്നണി രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സ്വാഭാവികമല്ലേ. അവർ എല്ലാ കാലവും ഇത് ചോദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമുണ്ടോ? അപ്പോൾ അവർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അർഹതയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ചർച്ചകളുണ്ടാകും. പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് ഒരു മുന്നണി മുന്നോട്ട് പോവുക. അത് ഞങ്ങളുടെ ചർച്ചകളിൽ അന്തിമമായിട്ട് ഉരുത്തിരിഞ്ഞ് വരും. നാളത്തെ ചർച്ചയ്ക്ക് ശേഷം UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, വാർത്തകളല്ലേ. നമ്മുടെ 25-ാം തീയതി ആകുമ്പോഴേക്കും പൂർത്തിയാവും. ഞങ്ങൾ എല്ലാ ഘടകകക്ഷികളുമായിട്ട്, ലീഗ് ഒഴിച്ചുള്ള എല്ലാ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കി. ലീഗ് നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അതിന്റെ അടുത്ത ദിവസം തന്നെ നടക്കും. അനൗപചാരികമായ കൂടിയാലോചനകൾ ദേശീയ നേതൃത്വമായിട്ടും സംസ്ഥാനത്തെ നേതാക്കളുമായിട്ടും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം സീറ്റ് വിഭജനം നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. 24 മണിക്കൂറിനകം അന്തിമ തീരുമാനമുണ്ടാകും. ലീഗിന്റെ മൂന്നാം സീറ്റ് കേരളത്തിലെ ഏത് മണ്ഡലവുമാകാമെന്നും ആലപ്പുഴയായാലും ജയസാധ്യതയുണ്ടെന്നും PMA സലാം പറഞ്ഞു. ഞങ്ങളെ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. അതിൽ തീരുമാനം നാളെ ആവും. കിട്ടാത്ത പ്രശ്നമില്ലാന്ന്. ഞങ്ങൾ കോൺഗ്രസുമായിട്ട് സൗഹാർദ്ദത്തിൽ തന്നെയാണ്. ആ സൗഹാർദ്ദപരമായിട്ട് നാളെ ചർച്ച നടക്കും. ആ ചർച്ചയിൽ തീരുമാനം ഉണ്ടാവും. ഇപ്പോൾ ലോക്സഭാ സീറ്റ് മാത്രമാണ് ചർച്ച. രാജ്യസഭാ സീറ്റ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല, കോൺഗ്രസ് തരാമെന്നും പറഞ്ഞിട്ടില്ല. നാളത്തെ തീരുമാനത്തിന് ശേഷം 27-ാം തീയതി ഞങ്ങളെ പാർട്ടി നേതൃയോഗം ചേരുന്നുണ്ട്. അതിൽ ഞങ്ങളെ തീരുമാനം ഞങ്ങൾ പ്രഖ്യാപിക്കും. ഞങ്ങളുടെ പ്രതിനിധികൾ സമീർ ബിൻ കരീമും സലിം മാലിക്കും തത്സമയം. ആദ്യം സമീർ ബിൻ കരീമിലേക്ക്. സമീർ, ഇപ്പോൾ PMA സലാം ഇന്ന് ഉച്ചയ്ക്ക് മുൻപാണ് പ്രതികരിച്ചത്. അദ്ദേഹം ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമല്ല ലീഗ് എന്ന് കൃത്യമായി തന്നെ പറയാതെ പറയുന്നുണ്ട്. നാളെ തന്നെ തീരുമാനമുണ്ടാകും. ആ തീരുമാനം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്ന് കൂടി പറഞ്ഞു വയ്ക്കുകയാണ്. ലോക്സഭാ സീറ്റ് എന്നതിനപ്പുറത്തേക്കൊരു ചിന്ത, രാജ്യസഭാ സീറ്റ് എന്ന കാര്യമൊന്നും നിലവിൽ പരിഗണനയിലില്ല എന്നുകൂടി പറഞ്ഞു വയ്ക്കുമ്പോൾ രണ്ടും കൽപ്പിച്ചാണ് മുസ്ലിം ലീഗ് എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത്? അനുജ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം എല്ലാ പതിവ് വർഷങ്ങൾ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ആദ്യഘട്ടങ്ങളിൽ സീറ്റ് ആവശ്യപ്പെടുകയും പിന്നീട് അവസാന ഘട്ടത്തിൽ വിട്ടുവീഴ്ച ചെയ്യുകയാണ് ലീഗിന്റെ പതിവ്. എന്നാൽ ഇത്തവണ അതില്ല. മൂന്നാം സീറ്റ് എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുന്നു. തുടക്കം മുതലേ മുസ്ലിം ലീഗിന്റെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ മൂന്നാമതൊരു സീറ്റ് ലഭിക്കണം, അതല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് നൽകുമെന്നുള്ള ഒരു പ്രഖ്യാപനം ഇപ്പോൾ നടത്തണം. ഇങ്ങനെയായിരുന്നു ലീഗിന്റെ കോൺഗ്രസ് മുന്നിലുള്ള ഡിമാൻഡ്. എന്നാൽ ഇത് രണ്ടും കോൺഗ്രസ് അംഗീകരിക്കാതായതോടെയാണ് മുസ്ലിം ലീഗ് കഴിഞ്ഞ 2 ദിവസമായി കടുത്ത തീരുമാനത്തെക്കുറിച്ച് ആലോചിച്ചു. പ്രധാനമായും മൂന്നാമതൊരു സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് മുസ്ലിം ലീഗ് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോടാണ് മുസ്ലിം ലീഗ് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. അത് മുന്നോടിയായി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുമായി ചർച്ച നടത്തുകയും ആവശ്യമെങ്കിൽ മത്സരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇതോടുകൂടിയാണ് നാളെ മുസ്ലിം ലീഗും കോൺഗ്രസ് തമ്മിലുള്ള ചർച്ചയും സജീവമാകുന്നുണ്ട്. ഈ ചർച്ചയിൽ അന്തിമ തീരുമാനം വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മൂന്നാമതൊരു സീറ്റ് ലഭിക്കുമെന്നുള്ള തീരുമാനം വന്നില്ലെങ്കിൽ ഈ ഒറ്റയ്ക്കുള്ള മത്സരത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന സൂചനകൾ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നാളത്തെ ഔദ്യോഗിക ചർച്ചകൾക്ക് മുന്നോടിയായി മൊബൈൽ ഫോൺ മുഖേനയുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുജ, ശരി, അതാണ് ലീഗിനെ സംബന്ധിച്ച് ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് അവർ നിലപാട് കടുപ്പിക്കുന്നു. സലിം മാലിക്കിലേക്ക് കൂടി. സലിം,
ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് പറയുന്നു. കെ സി വേണുഗോപാൽ ആകട്ടെ പറഞ്ഞത് വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ ഒരു മുന്നണി സംവിധാനം മുന്നോട്ട് പോവുകയുള്ളൂ എന്നതാണ്. എന്നാൽ കെ മുരളീധരൻ ഇവർക്ക് അർഹതയുണ്ട് എന്ന് തുടക്കം മുതൽ തന്നെ പറയുന്നുമുണ്ട്. മുസ്ലിം ലീഗിനൊപ്പം പൂർണ്ണമായി നിൽക്കുകയും ചെയ്യുന്നു. ഈ വിഷയത്തിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നാണോ? ഏതായാലും നാളെ നടക്കുന്ന യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ടല്ലോ. അനുജ, ഈ വിഷയത്തിൽ ഇപ്പോൾ അത് ആദ്യഘട്ടത്തേത് പോലെയല്ല. ഇപ്പോൾ അത് രണ്ട് പാർട്ടികളുടെയും ഒരു ഈഗോ ക്ലാഷ് എന്ന നിലയിലേക്ക് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്രയധികം സമ്മർദ്ദങ്ങൾ കോൺഗ്രസിന് മുൻപിൽ വെച്ചതുകൊണ്ട് തന്നെ ഇനി അതിന് വഴങ്ങിയാൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നൊക്കെ പരസ്യമായി തന്നെ ആ വാർത്തകളിലേക്ക് പോവുകയും കൂടി ചെയ്ത പശ്ചാത്തലത്തിൽ ഇനി ലീഗിന്റെ ആവശ്യത്തിന് വഴങ്ങിയാൽ അത് ലീഗിനെ പേടിച്ചാകും എന്നുള്ള ഒരു ധ്വനി പുറത്തേക്ക് വരുമെന്നുള്ളൊരു ആശങ്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മാത്രമല്ല, കോൺഗ്രസ് ആദ്യം മുതൽ പറയുന്ന ചില കാര്യങ്ങളുമുണ്ട്. അത് കേരളത്തിൽ നിന്നുള്ള പരമാവധി സീറ്റിൽ കോൺഗ്രസ് എംപിമാരെ അയക്കേണ്ടതുണ്ട് എന്നതുൾപ്പെടെയുള്ള കോൺഗ്രസ് ഉയർത്തിയ വാദങ്ങളൊന്നും ലീഗ് അംഗീകരിക്കുന്നില്ല എന്ന നിലയിൽ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിക്ക് ഒരു സീറ്റ് വിഷയത്തിൽ തീരുമാനമെടുക്കാൻ പോലും കഴിയാത്ത പ്രതിസന്ധിയുണ്ട് എന്ന് തോന്നും എന്നൊരു ഈഗോ ക്ലാഷ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ അല്ല. ആദ്യഘട്ടത്തിൽ ഇതൊന്ന് പറഞ്ഞ് ചോദിച്ചു പോകാമെന്ന് കരുതിയിരുന്നതായിരിക്കണം. പക്ഷേ അത് കഴിഞ്ഞ് ആ ആവശ്യം വളർന്ന് മറ്റൊരു തലത്തിലേക്ക് എത്തിയതോടുകൂടി മൂന്നാം സീറ്റ് ഇല്ലാതെ പിന്മാറിയാൽ അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാവും അത്. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ച ആര് ചെയ്യും എന്നുള്ളത് വലിയൊരു ചോദ്യമായി തന്നെ നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് ചില നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അത് ആദ്യഘട്ടത്തിൽ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമൊക്കെ ലീഗിന്റെ ആവശ്യമൊക്കെ ന്യായമാണ്, പക്ഷേ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്ന നിലയിലൊരു അഭിപ്രായം പറഞ്ഞിരുന്നു. ലീഗിനെ ചൊടിപ്പിക്കാൻ നിന്നിരുന്നില്ല. ആദ്യഘട്ടം മുതൽ തന്നെ കെ മുരളീധരൻ എടുത്ത നിലപാടാവട്ടെ ലീഗിൽ കോൺഗ്രസിൽ നിന്നുകൊണ്ടൊരു ലീഗ് നേതാവ് പറയുന്ന തരത്തിലുള്ള അഭിപ്രായമായിരുന്നു. ലീഗിന് 5 or 6 സീറ്റ് വരെ അർഹതയുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിരുന്നു. അതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ കെ മുരളീധരൻ നടത്തുന്ന നിരന്തരമായി ലീഗിനെ അനുകൂലിച്ചുകൊണ്ട് നടത്തുന്ന പ്രസ്താവനയിൽ കോൺഗ്രസിനുള്ളിലെ നേതാക്കൾക്ക് വലിയ അമർഷമുണ്ട്. വടകര സീറ്റ് വിജയിക്കാൻ വേണ്ടി ലീഗിനെ പരമാവധി അനുനയിപ്പിക്കുന്ന ശ്രമമാണ് കെ മുരളീധരന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ളൊരു നിലപാട് കോൺഗ്രസിലെ തന്നെ നേതാക്കൾക്കുണ്ട്. MM ഹസനാവട്ടെ അത് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. കെ മുരളീധരന് പറയുന്നത് പറയാം, പക്ഷേ ഒരു UDF കൺവീനർ എന്ന നിലയിൽ തനിക്കത് പറയാൻ കഴിയില്ല എന്നൊരു നിലപാട് എടുക്കുക കൂടി ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ അതിൽ കോൺഗ്രസിന്റെ സ്റ്റാൻഡ് കൃത്യമായി പറഞ്ഞത്. അതായത് മുന്നണിയിൽ വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളത് മുസ്ലിം ലീഗിനെ തന്നെ ലക്ഷ്യം വെച്ച് 2 സീറ്റിനപ്പുറത്തേക്ക് നൽകാൻ കഴിയില്ല എന്നൊരു വാദത്തിലാണ് പറയുകയും ചെയ്യുന്നത്. ഇപ്പോഴും മുസ്ലിം ലീഗ് നേതാക്കൾ ആവർത്തിച്ച് രാജ്യസഭാ സീറ്റ് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ലീഗിനെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് ഇപ്പോൾ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചാൽ ഈ ആവശ്യത്തിൽ നിന്ന് പുറകോട്ട് പോകാം എന്ന് അറിയിച്ചിട്ടുണ്ട്, അനൗദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം രാജ്യസഭാ സീറ്റ് നൽകിയാൽ നിലവിൽ രാജ്യസഭാ എംപിമാരുടെ എണ്ണം മുസ്ലിം ലീഗിന് 2ഉം കോൺഗ്രസിന് 1 എന്ന നിലയിലേക്ക് ചുരുങ്ങും. അതെന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ക്ഷീണമായതുകൊണ്ട് തന്നെ ആ ഒരു ഫോർമുലയെ കോൺഗ്രസ് അംഗീകരിക്കാൻ ഇടയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അനുജ, അതെ, അതുകൊണ്ട് തന്നെ നാളെ നടക്കാനിരിക്കുന്ന ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ടതാകുന്നു. നാളെ ഒരു തീരുമാനമുണ്ടാകും എന്നതാണ് ലീഗ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നടക്കുന്ന ലീഗ് നേതൃയോഗവും വളരെ നിർണായകമാകും. ഒറ്റയ്ക്ക് മത്സരിക്കണമെങ്കിൽ ആ തരത്തിലേക്ക് തന്നെ നീങ്ങണം എന്നുള്ളതാണ് ലീഗ് നേതൃത്വത്തിന്റെ നിർദ്ദേശം.